വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ വൻ തട്ടിപ്പ് നടത്തിയ റിക്രൂട്ട്മെന്റ് സ്ഥാപനം ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അത് പൂട്ടി ഉടമ മുങ്ങിയിരിക്കുകയാണ്. യുകെയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ബ്രാൻഡായ ടെസ്കോയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തൃശൂരിൽ താമസിക്കുന്ന കാർത്തിക പ്രദീപിന്റെ നേതൃത്വത്തിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നത്. ഡോക്ടർ ആണെന്ന് ഉദ്യോഗാർത്ഥികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഓരോരുത്തരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയത്. കേസിൽ കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചി നഗരത്തിലാണ് ടേക്ക് ഓഫ് ഓവർസീസ് എന്ന പേരിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടന്നത്. ഒരാൾക്ക് പോലും ജോലി ലഭിക്കാതിരിക്കുകയും എല്ലാവരുടെയും പാസ്പോർട്ടും രേഖകളും അടക്കം വാങ്ങിക്കുകയും ചെയ്തതോടെയാണ് പണം നൽകിയവർ സ്ഥാപനത്തിലെത്തിയത്. ഡോക്ടർ കാർത്തിക പ്രദീപ് എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയായിരുന്നു തട്ടിപ്പിന് മുന്നിട്ട് നിന്നത്. പണം ചോദിച്ചപ്പോൾ പലതവണ അവധി പറഞ്ഞ ഇവർ ഒടുവിൽ രേഖകളും പണവും തിരികെ നൽകാനായി കേസ് കൊടുത്തവരോട് നിങ്ങളുടെ പാസ്പോർട്ട് അടക്കം തന്റെ കയ്യിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നമ്മളെടുത്ത് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, ഞാൻ അത് കൊണ്ടുപോയിട്ട് നിങ്ങളെ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അബ്രോഡ് പോകാൻ പറ്റില്ല, ഇന്ത്യക്ക് പുറത്തു പോകാൻ പറ്റില്ല, പല പോലീസ് വെരിഫിക്കേഷൻ ഒന്നും നിങ്ങളെ പാസ്സാക്കില്ല. അതേപോലെയുള്ള പല കാര്യങ്ങളും ഞാൻ വിചാരിച്ച ചെയ്യാൻ പറ്റുന്നുള്ള പ്രൂഫും എല്ലാം നമ്മുടെ കയ്യിൽ, കോൾ റെക്കോർഡിംഗ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മൾ അവരെ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ നമ്മളിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ ഞാൻ കണ്ടോളാം, നിങ്ങളെ സിവിൽ കൊടുക്കും, നമ്മളെ ജയിലിലാക്കും, എന്റെ അനിയത്തിയുടെ പേര് കേസ് കൊടുത്തതിനാ. അപ്പൊ നമ്മൾ നേരെ ഓൾറെഡി കുട്ടമ്പൽ സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. യുകെയിലെ ടെസ്കോ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലായിരുന്നു എല്ലാവർക്കും ജോലി വാഗ്ദാനം ചെയ്തത്. ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ വാങ്ങി. മാഞ്ചസ്റ്റർ ടെസ്കോ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു ജോലി എംപ്ലോയ്മെന്റ് വിസയായിട്ട് കൊണ്ടുപോകുന്ന ഒരു പരസ്യം കണ്ടിട്ട് നമ്മുടെ പുല്ലേപ്പടി ജംഗ്ഷനിലുള്ള ടേക്ക് ഓഫ് കൺസൾട്ടൻസി സർവീസസ് ആണ് ഇത് കൊടുത്തിരുന്നത്. ഉടമ ഡോക്ടർ കാർത്തിക പ്രദീപ് അവരിങ്ങനെ 6 ലക്ഷം രൂപ കൊടുത്ത് യുകെയിലേക്ക് വിസ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. 2 മാസത്തിനകം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പ്രോസസ്സ് 8 മാസം കഴിഞ്ഞിട്ടും കംപ്ലീറ്റ് ആവാതെ ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഓരോ കാര്യം പറഞ്ഞ് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിളിക്കുമ്പോൾ പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ഫ്രീസാണ്. ആ ഫ്രീസെല്ലാം ഞാൻ മാറ്റി KYC എല്ലാം റെഡി ആക്കിയിട്ട് വേണം പൈസ റിട്ടേൺ തരാൻ. ഒരാഴ്ചയ്ക്ക് മുന്നേ വിളിച്ചപ്പോഴും ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് വിളിച്ചു, എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് സുഖമില്ലാത്തതാണ്, എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്കിളിന് ഒരു കാര്യം ചെയ്യും, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്കിള് കേസ് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, എന്നെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞിട്ട്. പണമോ ജോലിയോ നൽകിയ രേഖകളോ തിരികെ ലഭിക്കാതെ വന്നതോടെ ഓരോരുത്തരായി കാർത്തികയെ ബന്ധപ്പെട്ടു. ഭീഷണിയായിരുന്നു പലർക്കും ഫോണിലൂടെ നേരിടേണ്ടി വന്നത്. തുടർന്ന് പരാതിയുമായി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി. ഫറോക്കിലും വടകരയിലും ഉൾപ്പെടെ കാർത്തികയ്ക്കെതിരെ FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നിട്ടും അറസ്റ്റും തുടർ നടപടികളും ഉണ്ടായില്ല. 3 മാസത്തിനുള്ളിൽ വിസ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം 2.5 ലക്ഷം മേടിച്ചു. അത് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഇവര് പല തവണയായിട്ട് പൈസ മേടിച്ചു. പിന്നെ ഡോക്യുമെന്റ്സ്, ഒറിജിനൽ പാസ്പോർട്ട്, +2 ഡിഗ്രി, ഇതെല്ലാം ഇവര് പിടിച്ചു വെച്ചു, തരുന്നില്ലായിരുന്നു. ഇവര് തൃശ്ശൂരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസുകാരോടും പല അവധികൾ പറഞ്ഞ കാർത്തിക സമ്മർദ്ദമേറിയതോടെ പലർക്കും രേഖകൾ തിരികെ നൽകി. അപ്പോഴും ജോലി സ്വപ്നം കണ്ട് നൽകിയ പണം ഒരാൾക്ക് പോലും തിരികെ കിട്ടിയില്ല. യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് ടേക്ക് ഓഫ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. പരാതിക്കാർ കൂടിയതോടെ കഴിഞ്ഞ ദിവസം സ്ഥാപനം പൂട്ടി. കെട്ടിട ഉടമയുമായുള്ള വാടക രേഖകൾ തിരികെ വാങ്ങി ഉടമകൾ പൂർണ്ണമായും മുങ്ങി. തൃശൂർ സ്വദേശിയായ കാർത്തികയ്ക്കെതിരെ പരാതികൾ നൽകിയിട്ടും തട്ടിപ്പുകാരിയെ അറസ്റ്റ് ചെയ്യാൻ നടപടികൾ വൈകുന്നു എന്നാണ് പണം നഷ്ടമായവരുടെ പരാതി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള വിവിധ ജില്ലകളിലെ ആളുകളാണ് തട്ടിപ്പിനിരയായത്. 24 കൊച്ചി.